വിളിച്ചു പ്രാർത്ഥിക്കാമോ എന്നാണ് അതിൽ വന്ന ചോദ്യം. ആ ചോദ്യത്തിന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരു ഭയവും കൂടാതെ മറുപടി പറഞ്ഞത് പ്രാർത്ഥിക്കാമെന്നാണ്. ആ പുസ്തകം ഇന്നും വിപണിയിലുള്ളതാണ്, നിങ്ങൾക്കത് നോക്കാം. ഇതിനെന്താണ് തെളിവ്? അമ്പിയാക്കൾക്ക് ഇതിൽ മാർഗമില്ല. അമ്പിയാക്കളിൽ നിന്ന് ഇങ്ങനെ ഒരു ആദർശം കിട്ടുകയില്ല. വിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് കിട്ടാത്ത ഒരു ഭാഗമാണത്. അവര് പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട് മാത്രമാണ്. പക്ഷെ മുജാഹിദുകൾ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുക എന്നത് പതിവാക്കിയ പൗരോഹിത്യം അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനം ഇവിടെ ഒരുക്കിക്കൊണ്ട് ഈ സംവിധാനത്തിലൂടെ അതിലെ അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ, ആ നിലക്ക് വന്ന ചില കാര്യങ്ങളും ഇന്ന് മുസ്ലിം സമൂഹം ഈ വിഷയകമായി എത്രത്തോളം അന്ധവിശ്വാസത്തിലാണ്, അനാചാരത്തിലാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ സൗകര്യങ്ങൾ ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായി ആ നിലക്ക് അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്ന പുരോഹിതന്മാരുടെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നത്. അതാദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ശേഷം ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ വിശദീകരിക്കാം. എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. ഖുതുബുസ്സമാന് റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര്, മഹത്തുക്കള്, ഔലിയാക്കന്മാർ ഇത്തരം ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ആ പഴയകാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. അല്ലാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട, പൊരുത്തപ്പെട്ട അടിമകൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ഔലിയാക്കളെ സ്നേഹിക്കാത്തവർക്ക് അല്ലാഹുവിന്റെ തൃപ്തിയില്ല. അപ്പൊ മമ്പുറന്തങ്ങളെ എവിടെ വെച്ചും വിളിച്ചോ എന്നാ മുസ്ലിയാരെ പ്രഖ്യാപനം. മമ്പുറന്തങ്ങൾ മരിച്ചുപോയി. എവിടെ വെച്ചും മമ്പുറന്തങ്ങളെ വിളിച്ചോ, അത് കേൾക്കാനും ഉത്തരം ചെയ്യാനുള്ള കഴിവ് അല്ലാഹു ഇത്തരത്തിലുള്ള മഹാത്മാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ആര് പഠിപ്പിച്ചു ഈ ആദർശം? അമ്പിയാക്കൾക്ക് കൊടുത്തിട്ടില്ല. ശേഷമല്ലേ ഔലിയാക്കൾ വരുന്നത്. അമ്പിയാക്കൾക്ക് ഈ നാട്ടിൽ നടക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കാനോ ഉത്തരം ചെയ്യാനോ ഉള്ള കഴിവ് അമ്പിയാക്കൾക്ക് പോലും അല്ലാഹു നൽകിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിപ്പിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിൽ അവന് മാത്രം ബാധകമായ വിഷയം പറഞ്ഞപ്പോൾ അതിന്റെ ഭാഗമായി പറഞ്ഞതാണ് പ്രാർത്ഥന കേൾക്കാനുള്ള കഴിവ്, അത് ഉത്തരം ചെയ്യാനുള്ള കഴിവ് അല്ലാഹുവിന് മാത്രമാണ് എന്ന്. മഹാന്മാരായ രണ്ട് പ്രവാചകന്മാർ അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അക്കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സന്താന ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, സക്കരിയ നബി അലൈഹിസ്സലാം അതേ ആവശ്യത്തിന് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിച്ചപ്പോ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ് ഇന്നക ലസമീഉദ് ദുആ. അല്ലാഹുവേ, നീ മാത്രമാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ. ഇന്നക സമീഉദ് ദുആ, നീ മാത്രമാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ. ഇനിയതാ വിശുദ്ധ ഖുർആനിൽ അനവധി ആയത്തുകളിൽ അതാ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ താങ്കളോട് എന്നെ കുറിച്ച് വന്ന് അന്വേഷിച്ചാൽ പറഞ്ഞു കൊടുക്കുക, ഞാൻ അവർക്ക് സമീപസ്ഥമാണ്. ശേഷം അല്ലാഹു വിശദീകരിച്ചത് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് ആര് പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം ചെയ്യും. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാപിതാ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം. അസ്തജിബ് ലക്കും, ഞാനാണ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നവൻ, ഞാൻ മാത്രമാണ് ഉത്തരം ചെയ്യുന്നവൻ. ഈ ഒരു കഴിവുണ്ടല്ലോ, ഈ ഒരു വിശേഷണം അല്ലാഹു അവന്റെ അമ്പിയാക്കൾക്ക് നൽകിയിട്ടില്ല. സൂറത്തു ഫാത്തിറിലെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരാരും പ്രാർത്ഥന കേൾക്കില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി അവർ പ്രാർത്ഥന കേട്ടു എന്നാണ് നിങ്ങൾ സങ്കല്പിക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ ആ ഭക്തി നിർഭരമായ പ്രാർത്ഥനയുണ്ടല്ലോ, ഞങ്ങളുടെ പ്രാർത്ഥന ഈ മഹാത്മാക്കളൊക്കെ കേട്ടിട്ടുണ്ടാകുമെന്നാണ് നിങ്ങൾ സങ്കല്പിക്കുന്നതെങ്കിൽ അല്ലാഹു തിരുത്തുകയാണ്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം കിട്ടാനാണല്ലോ നിന്റെ പ്രാർത്ഥന.
ഫമസ്തജാബൂ ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്തുണ്ടല്ലോ, പരലോകത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോ ഈ ആരോടൊക്കെയാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനയായ ആ അല്ലാഹു അല്ലാത്ത പ്രാർത്ഥിച്ച ശിർക്കുണ്ടല്ലോ, അതിനെ അവരൊക്കെ അതാ നിഷേധിക്കുകയാണ്. ഈ ആയത്തിന് മഹാനായ മുഫസ്സിർ ഖുർത്തുബി ഇമാമത തന്റെ തഫ്സീറിൽ എഴുതി വെക്കുകയാണ്, ഈ ആയത്തിന്റെ പരിധിയിൽ ബിംബങ്ങളും വിഗ്രഹങ്ങളും പെടും. പക്ഷേ ബിംബങ്ങളും വിഗ്രഹങ്ങളും മാത്രമാണ് പെടുക എന്നല്ല, മറിച്ച് അദ്ദേഹം വിശദീകരിച്ചത് കൽ മലായിക, മലക്കുകൾ വരും, വൽ അംബിയ, അംബിയാക്കൾ വരും, വൽ ജിന്ന് വശയാത്തീൻ, ജിന്നുകളും പിശാചുക്കളുമെല്ലാം ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നു. അപ്പൊ മലക്കുകളോട് പ്രാർത്ഥിച്ചാൽ, ആരാണ് മലക്കുകൾ? അവർ ഏറ്റവും നല്ല സൃഷ്ടികളാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലാഹു കൽപ്പിച്ചതെന്തോ അത് കൃത്യമായി നിർവഹിക്കുന്നവരാണ്. ആ അല്ലാഹുവിനോട് ഒരു നിലക്കും അനുസരണക്കേട് കാണിക്കാത്തവരാണ്. ആ മലക്കുകളോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവരാരും ആ പ്രാർത്ഥന കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല. അമ്പിയാക്കളാണ്, ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണല്ലോ അമ്പിയാക്കൾ. ആ അമ്പിയാക്കളോട് പ്രാർത്ഥിച്ചാൽ അവരാരും പ്രാർത്ഥന കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല. എന്നിട്ടാണ് മുസ്ലിയാർ പറഞ്ഞത്, മമ്പറന്തങ്ങളോട് എവിടെ വെച്ചും വിളിച്ചോ. അങ്ങനെ മമ്പറന്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മമ്പറന്തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്റെ മരണശേഷം എവിടെ വെച്ചും നിങ്ങൾ വിളിച്ചോ, ഞാൻ ഉത്തരം ചെയ്യും. തെളിയിക്കാൻ സാധ്യമല്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെക്ക, എന്നാലും അത് സ്വീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് പാടില്ല. ഇസ്ലാമിന് വിരുദ്ധമാണ് ആ ആദർശം. അപ്പൊ ഔലിയാക്കളോടുള്ള സ്നേഹം അവരോട് പ്രാർത്ഥിക്കണം എന്നാ മുസ്ലിയാർ പറഞ്ഞത്. സ്നേഹിക്കുന്നവരോടൊക്കെ പ്രാർത്ഥിക്കാൻ ആര് പഠിപ്പിച്ചു? സ്നേഹം പ്രാർത്ഥനയുടെ ഒരു വലിയ ഭാഗമാണ് എന്ന് ആര് പഠിപ്പിച്ചു? അത് പറയാൻ കാരണം തരോ, മുജാഹിദുകൾ ഔലിയാക്കളോട് പ്രാർത്ഥിക്കരുത്, ബദരീങ്ങളോട് സഹായം തേടരുത് എന്ന് പറയുമ്പോ ഇവിടെ കാര്യമായി സമർത്ഥിക്കുന്നത് ഇവർക്കൊന്നും അവരോട് സ്നേഹമില്ല. സ്നേഹം ഉള്ളത് കൊണ്ടാണ് അമ്പിയാക്കളോടും ഔലിയാക്കളോടും ശുഹദാക്കളോടും ബദരീങ്ങളോടും സ്നേഹമുള്ളത് കൊണ്ടാണ് അവരെ വിളിച്ചു പ്രാർത്ഥിക്കല്ലേ എന്ന് മുജാഹിദുകൾ പറയുന്നത്. ബദരീങ്ങൾ നടത്തിയ പ്രാർത്ഥന ആരോടാ? ഇത് തസ്തഗീഫൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ബദരീങ്ങളെ കുറിച്ചാണല്ലോ ആ പ്രഖ്യാപനം. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാത്ത ചെയ്ത സന്ദർഭം. അപ്പൊ ബദരീങ്ങൾ നടത്തിയ ഇസ്തിഗാത്ത പോലും അള്ളാഹുവോട് മാത്രമാണ്. ആ ബദരീങ്ങൾ നടത്തിയ ഇസ്തിഗാത്ത അള്ളാഹുവിനോടാണെങ്കിൽ അവരോടല്ല ഇസ്തിഗാത്ത നിർവഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്നാ മുജാഹിദുകൾ പറയുന്നത്. ഇന്നിപ്പോ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് പലപ്പോഴും ഈ സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുജാഹിദുകൾ പറയാറുണ്ടല്ലോ, ഖബർ സിയാറത്ത് സുന്നത്ത് തന്നെയാണ്, ഖബർ സിയാറത്ത് ചെയ്യണമെന്നാണ് മുജാഹിദുകൾ പറയാറുള്ളത്. പക്ഷേ കേരളത്തിലും കേരളത്തിന് പുറത്തുമതാ പ്രത്യേകം കെട്ടിയുയർത്തപ്പെട്ട മഖ്ബറകൾ, ആ മഖ്ബറകൾ യഥാർത്ഥത്തിൽ ആരാധനാ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥനാ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് കരയാൻ, അള്ളാഹുവിനോട് തന്റെ സങ്കടം പറയാൻ ആളില്ലാതെ വരികയും കെട്ടിയുയർത്തപ്പെട്ട മഖ്ബറകൾക്ക് മുമ്പിൽ പോയി തങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിലക്കുള്ള ഖബർ സിയാറത്തിനെയാണ് മുജാഹിദുകൾ എതിർക്കുന്നത്. ആ മനുഷ്യന്മാർ ആ ഖബറാളിയോട് അവരുടെ സങ്കടം പറയുകയാണ്. അവിടെ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ ആ കെട്ടിയുയർത്തപ്പെട്ട മഖ്ബറുകളിൽ അവരെത്തുകയാണ്. അതുകൊണ്ട് ആ മുഹീദ്ദീൻ ഷെയ്ഖ് ചോദിച്ചത്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയും? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ എത്രയെത്ര ആരാധ്യന്മാരാണ്. കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സ്വനമുക. അല്ലാഹ്ക്ക് പുറമെ ഇന്ന സ്ഥലത്ത് ചെന്നാൽ, ഇന്നവരെന്റെ അടുത്ത് ചെന്നാൽ എന്റെ കാര്യങ്ങളൊക്കെ നിർവർത്തിക്കപ്പെടും, സഫലീകരിക്കപ്പെടും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവിടെ പോയി പറഞ്ഞാൽ, അവിടെ ഇന്നതൊക്കെ ചെയ്താൽ ഇതാ എനിക്ക് കുഞ്ഞിനെ കിട്ടും, എന്റെ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം ചെയ്യും. അത് നിന്റെ മനസ്സിലുള്ള വിഗ്രഹമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബ്, ഹൃദയത്തിൽ ശിർക്ക് വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര തവണ ഉച്ചരിച്ചാലും അതിന്റെ ഫലം നിനക്ക് ലഭ്യമല്ല.
അപ്പൊ ഖബർ സിയാറത്തുണ്ട്. ഈ നിലക്കുള്ള ഖബർ സിയാറത്ത് അള്ളാന്റെ മുമ്പിൽ പോയി കരഞ്ഞ് അള്ളാനോട് പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെ ഹദീസിൽ പഠിപ്പിച്ചതാണല്ലോ. ഓരോ രാത്രിയുടെയും അവസാന നിമിഷത്തിൽ അതാ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയാണ്. അള്ളാഹു ഇറങ്ങിയാണ് എന്നോട് പ്രാർത്ഥിക്കാനുള്ളത്, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, ഞാൻ അവർക്കിതാ അവർ ചോദിച്ചത് നൽകുന്നു, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യവും ചോദിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അത് കേൾക്കാൻ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് കഴിയാതെ പോയി. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് പ്രാർത്ഥന കേൾക്കുക, ഉത്തരം ചെയ്യുക. അതുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കണം, അത് അവൻ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് എന്നൊക്കെ ഹദീസുകളിലും സമാനമായ ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. അതിന് വിരുദ്ധമായി ഇന്ന് ഖബറുകൾ, മഖ്ബറകൾ അല്ലാഹു തആല അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് പലപ്പോഴും കാരണം നേരത്തെ നിങ്ങൾ കേട്ടതുപോലുള്ള പ്രസംഗങ്ങളാണ്. ആരെയും വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, അല്ലാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ ധാരാളം തെളിവുകൾ എന്ന നിലക്കാണ് ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന തഖാഫിമാരും അഹ്സനിമാരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ വസ്മഊ വലിൽ കാഫിരീന അദാബുൻ അലീം. ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിൽ അല്ലാഹു അല്ലാതെ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളോടും ഔലിയാക്കളോടും ശുഹദാക്കളോടും മഹാത്മാക്കളോടും ഇതാ വിളിച്ചു പ്രാർത്ഥിക്കാൻ, സഹായം തേടാൻ ഖുർആനിൽ ഇതാ തെളിവ് എന്നാണ് അഹ്സനിമാർ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ പറയട്ടെ, ആ സൂറത്തുൽ ബഖറയിലെ ആ വചനത്തിന് വിശദീകരണം നൽകി ഇറങ്ങിയ മലയാള പരിഭാഷയെങ്കിലും ഒരു ആവർത്തി നിങ്ങൾ വായിക്കുക. ഈ പറഞ്ഞ ഒരു വാദം അവിടെ കാണാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ ആ വചനം ഇറങ്ങിയത്. അത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കാലശേഷം എന്നോട് ഇസ്തിഗാസ ചെയ്യാൻ, എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ, സഹായം തേടാൻ ഈ ആയത്ത് മതി നിങ്ങൾക്ക് എന്ന് പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ സാധ്യമല്ല. സഹാബിമാരൊരിക്കലും ആ നിലക്ക് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഓരോ കാലഘട്ടത്തിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് ആയത്തുകൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാൻ. എന്നിട്ടോ പേര് ഇസ്തിഗാസ എന്ന ഓമന പേരിട്ട് അല്ലാഹു തആല അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം തേടൽ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടിയാൽ അവൻ ഇസ്തിഗാസ എന്ന് പറയും. പക്ഷേ ദുആ എന്ന നിലക്ക് ഇസ്തിഗാസ വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബദരീങ്ങൾ നിർവഹിച്ച ഇസ്തിഗാസ അതാണ്. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും എന്ന ആയത്തിന് ഇമാം ഖുർത്തുബി അർത്ഥം നൽകിയപ്പോൾ ഇൻ തദ്ഊഹും ഐ ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി, വിഫലഘട്ടങ്ങളിൽ അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്താൽ എന്നാണ്. ആ ഇസ്തിഗാസ അവര് കേൾക്കൂല, ഉത്തരം ചെയ്യൂല, നിങ്ങൾക്കതുകൊണ്ട് നേട്ടമില്ല. പക്ഷേ നേട്ടമുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേട്ടമുണ്ട് എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഗുണകരം, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഗുണകരമാണ് അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യുക വഴി നമുക്ക് ലഭിക്കാനിരിക്കുന്നത് എന്നാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹത്തിന്റെ ചോദ്യോത്തരവേളയിൽ ഇസ്തിഗാസയെ കുറിച്ച് അതിന്റെ ശർഈയായ ഹുക്ം വിശദീകരിക്കവേ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഭാഗം നിങ്ങൾ കേൾക്കുക. ചോദ്യം: ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്ം എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമാഅത്തിന്റെ വിശദീകരണവും ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കില്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പൊ വരുന്നത്? അതിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത്